ഹായ് ഗായ്സ്, റൊട്ടിയിൽ ദ്വാരങ്ങളുള്ളത് എന്തുകൊണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഇനി അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. റൊട്ടി ഉണ്ടാക്കുന്നതിന് മാവ് കുഴച്ച ശേഷം അത് പുളിപ്പിക്കുന്നതിനായി ഈസ്റ്റിൻ അടങ്ങിയിട്ടുള്ള പദാർത്ഥങ്ങളോ ചേർക്കും. അസ്കോമൈസെറ്റ്സ് എന്ന പൂപ്പൽ വർഗ്ഗങ്ങളിൽപ്പെട്ട ഒരു സൂക്ഷ്മസസ്യമാണ് ഈസ്റ്റ്. മാവിലുള്ള പഞ്ചസാരയും അന്നജത്തിൽ നിന്നും ഡയസ്റ്റാറ്റിക് എൻസൈമുകൾ പ്രവർത്തനം മൂലമുണ്ടാകുന്ന പഞ്ചസാരയും ഈസ്റ്റും ആഹാരമാകുന്നു. ആ പ്രക്രിയയിൽ അവ വിഘടിക്കുകയും കാർബൺ ഡയോക്സൈഡ് വാതകം ഉണ്ടാകുകയും ചെയ്യുന്നു, അഥവാ മാവ് പൊളിച്ചു പൊങ്ങുന്നു. ഈ വാതകം മാവിൽ തങ്ങി നിൽക്കും. റൊട്ടി ഉണ്ടാക്കുന്നതിനായി മാവ് അപ്പക്കൂട്ടിൽ വെക്കുമ്പോൾ അതിനകത്തെ ഉയർന്ന ചൂട് മൂലം കുമിള വികസിച്ച് പുറത്തേക്ക് രക്ഷപ്പെടുന്നു. ഇങ്ങനെ വാതകം രക്ഷപ്പെടുന്ന മാർഗങ്ങളാണ് റൊട്ടിയിൽ ദ്വാരങ്ങളായി പ്രത്യക്ഷപ്പെടുന്നത്. പുളിപ്പിച്ച മാവ് കൊണ്ട് അപ്പമോ ദോശയോ ഉണ്ടാക്കുമ്പോഴും ചൂട് പിടിച്ച വാതകം രക്ഷപ്പെടുന്ന മാർഗങ്ങളിൽ ദ്വാരങ്ങൾ രൂപപ്പെടാറുണ്ട്. ഇങ്ങനെയാണ് റൊട്ടിയിലെ ദ്വാരങ്ങൾ ഉണ്ടാകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം.